ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു തേങ്ങാച്ചോറ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എപ്പോഴും ബിരിയാണിയും ഫ്രൈഡ് റൈസും അല്ലേ, അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു തേങ്ങാച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് തനി നാടൻ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് മട്ട റൈസാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണി റൈസിലും നമുക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായിട്ട് തുല്യ അളവിൽ നെയ്യും വെളിച്ചെണ്ണയും എടുക്കുക. അതിലേക്ക് കുരുമുളക് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 തേങ്ങയുടെ പാൽ ഇവിടെ ചേർക്കുന്നുണ്ട്, കാരണം 1 കിലോ അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതേ അളവിൽ നമ്മൾ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. 1.5 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളവും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരിയെടുത്ത കുത്തരി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഹൈ തീയിൽ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണേ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടെ കാണുമ്പോൾ നമ്മളിത് കുഴഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് പരുവത്തിന് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് ബീഫ് കറിയാണ്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്.